ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേത്രയോഗയാണ്. നേത്രയോഗ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു യോഗ മാറ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നേത്രയോഗ ചെയ്യാം. അഥവാ നിലത്തിരിക്കാൻ പറ്റാത്ത പ്രായമുള്ള ആൾക്കാരും മുട്ടിന് വേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നേത്രയോഗ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു അവയവമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കണ്ണ്. കാണുവാനും ഭംഗി ആസ്വദിക്കുവാനും എല്ലാം നമ്മൾ നേത്രം, നമ്മുടെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ കണ്ണിന് നമ്മൾ ധാരാളമായിട്ട് എക്സസൈസുകൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായ എക്സസൈസാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഡെമോ ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമായ രക്തയോട്ടം, കണ്ണിലേക്കുള്ള രക്തയോട്ടം നടക്കണമെങ്കിൽ നമുക്ക് യോഗയ്ക്ക് കണ്ണിന് എക്സസൈസ് ചെയ്യണം. അതിന് നോക്കാം, ഒരു 3-4 എക്സസൈസിലൂടെ നമ്മുടെ കണ്ണിനെ നമുക്ക് മസാജ് ചെയ്യാം. കണ്ണിൻ്റെ നേത്രങ്ങൾ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാം. അങ്ങനെ ഒരുപാട് നല്ല നല്ല നേത്ര യോഗ എക്സസൈസുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. മനോഹരമായി നമ്മുടെ പ്രപഞ്ചം കണ്ണ് തുറന്ന് നമുക്ക് നോക്കുവാൻ നമ്മുടെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ കണ്ണിന് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ദൂരെ നോക്കുന്ന ഒരു എക്സസൈസാണ് ആദ്യം ഞാൻ ഡെമോ ചെയ്യുന്നത്. നമ്മൾ ദൂരേക്ക് നോക്കി നിൽക്കുക. നമ്മുടെ നേത്രം ഐബോൺ അനങ്ങാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല. വളരെ വിദൂരങ്ങളിലേക്ക് നമ്മുടെ പോയിന്റ്, കണ്ണിൻ്റെ കൃഷ്ണമണി പോയിന്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് എക്സസൈസ്. നോക്കാം. One, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നട്ടെല്ല് നിവർന്ന് നിൽക്കണം. നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാം, ഇരുന്നു കൊണ്ട് ഒരു കസേരയിൽ ഇരുന്ന് നട്ടെല്ല് നിവർത്തി എത്രമാത്രം നമ്മുടെ കണ്ണിന് പവർ കിട്ടുമെന്ന് നമുക്ക് എക്സസൈസിലൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണിൻ്റെ ആ പവർ കൂടുതലായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാം ദിവസവും നേത്രയോഗ ചെയ്യുക. റിലാക്സ്. വീണ്ടും നമ്മൾ കണ്ണുകളേക്കൊന്ന്, കണ്ണിങ്ങനെ പതിയെ പതിയെ ഒന്ന് അടയ്ക്കുക. ഇങ്ങനെ ചിമ്മി തുറക്കുക. കുറച്ച് സമയം, 10 ടൈംസ്. വീണ്ടും ഇതേപോലെ നോക്കുക. റെഡി? ഈ സെക്കൻഡ് എക്സസൈസ് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി മേലോട്ടും താഴോട്ടും ആക്കുക. നോക്കാം. നിവർന്നിരിക്കുക. ഇനി കണ്ണ് ചിമ്മുക. റിലാക്സ്. ഇനി കണ്ണിൻ്റെ കൃഷ്ണമണി നമ്മൾ റൗണ്ട് ചെയ്യും. മൂന്നാമത്തെ എക്സസൈസ് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെയാണോ ചെയ്തതിൻ്റെ നേരെ വിപരീതമായ സ്ഥലത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ്. 1, 2, 3, 4, 5, 6, 7, 8,
9, 10. അല്ലേ? കണ്ണ് വളരെ ചിമ്മുക. പതിയെ പതിയെ ചിമ്മി റിലാക്സ് ചെയ്യുക. ഇനി നമ്മൾ കണ്ണ് തൈ നമ്മുടെ ഫിംഗറിലേക്ക് നോക്കുക. ഡിപ്പ് നമ്മുടെ തണ്ടവിരലിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ് ഡൗൺ. വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇനി അടുത്ത കൈ നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Relax. Again. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Down. ഈ രണ്ട് കൈകളും ഒരുമിച്ച് ഫ്രണ്ടിലോട്ട് നീട്ടിയിട്ട് ചെയ്യും. ഓർത്തോ, രണ്ട് കൈകളും മുന്നോട്ട് നീട്ടി രണ്ട് കൃഷ്ണമണിയും ഒരുമിച്ച് നല്ല പവറിൽ നോക്കുക. കണ്ണ് തുറന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതിനെ കുറച്ച് ക്ലോസ് ആയിട്ട് നോക്കും. ക്ലോസ് ആയിട്ട് നോക്കും. റെഡി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. കണ്ണ് ചിമ്മും. ഇനി നമുക്ക് കണ്ണിനെ ഒന്ന് മസാജ് ചെയ്യാം. നല്ലവണ്ണം കൈകളിങ്ങനെ ചൂടാക്കും. എന്നിട്ട് നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യുക. ഐബോണിൽ വെക്കാവൂ, അത് പ്രസ് ചെയ്യില്ല. ചൂട്. റെഡി? ഇങ്ങനെ വെക്കുക. ഇതിങ്ങനെ മസാജ് ചെയ്ത് ഒരു കാരണവശാൽ ഐബോണിൽ ചൂടെടുപ്പിക്കും. നല്ല ചൂടാകുമ്പോൾ കൈ എപ്പോഴും കപ്പ് ഷേപ്പിലായിരിക്കണം നമ്മൾ ഐബോണിൻ്റെ മുകളിൽ വെക്കുന്നത്. കാരണം പ്രസ് ചെയ്യാൻ പാടില്ല. നല്ല കപ്പ് ഷേപ്പിൽ നിന്ന് വരുന്ന ആ ചൂടായിരിക്കണം കണ്ണിന് തട്ടേണ്ടത്. നോക്കൂ. മസാജ് ചെയ്ത് ഇതുപോലെയാണ് നേത്രയോഗയുടെ എക്സസൈസ്. നമ്മൾ ഡെയിലി ഒരു വർക്കൗട്ടായിട്ട് കുറച്ച് സമയം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കണ്ണിന് പവർ കൂടുവാൻ കഴിയും. കണ്ണാടി വെക്കാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലതാണ്, ഉപയോഗിക്കാൻ പറ്റും. എങ്കിൽ കണ്ണാടി വെച്ചവർക്കാണെങ്കിലും ഡെയിലി നമ്മൾ ഈ കണ്ണിൻ്റെ പവർ കൂട്ടുവാൻ വേണ്ടി, ബ്ലഡ് സർക്കുലേഷൻ കണ്ണിലെ ഞരമ്പുകളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ നേത്രയോഗ നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു.